നമസ്കാരം, പ്രശാന്താണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകണം. രാവിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫുൾ ഫാമിലി, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്പാരോ ബ്ലോഗ്സിലുണ്ടാവും. നമുക്ക് ഫേസ്ബുക്കിൽ ഇടുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബ് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോ. അപ്പൊ പോവാ പോവാ ഇറങ്ങിക്ക പാറു ചെരുപ്പിടാ. ആ ഉടുപ്പ് വലിച്ചു വാ. പാറുവിന്റെ ചെരുപ്പിട്ടില്ലേ? ഓഹോ, ഇന്ന് പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ പുതിയ ചെരുപ്പാ. വാ, ആ ഇട്ടിറങ്ങ്, ഇറങ്ങിക്കോ. ആ വാ, കയറിക്കോ. നമ്മൾ ദേശത്ത് ഹനുമാൻ്റെ അമ്പലത്തിൽ വന്നാണ്. അപ്പോൾ ദേശത്ത് ആദ്യം നമ്മൾ കൃഷ്ണനെ കാണും. കൃഷ്ണനെ കണ്ടിട്ട് നമ്മൾ ഭഗവതീനെ കണ്ടിട്ട് ഹനുമാൻ്റെ അടുത്ത് പോകും. അയ്യപ്പൻ എന്താ പൂട്ടിയിട്ടേക്കുന്നത്? ആ, അവളുടെ ന്യായമായൊരു ചോദ്യം കേട്ടാ. അവിടെ അയ്യപ്പനെ പൂട്ടിയിട്ടേക്കണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. പാറുവിന്റെ ചോദ്യാണ്, അയ്യപ്പനെ എന്താ പൂട്ടിയിട്ടേക്കണ്? കൃഷ്ണനെ കഴിഞ്ഞു, നേരെ ഭഗവതിയുടെ അടുത്തേക്ക്. പാറക്കുട്ടന് ഇനി ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടാ? നേരത്തെ അവിടെ അയ്യപ്പനെ പൂട്ടിയിട്ടേക്കണേ, ഇപ്പൊ നമ്മൾ ദേവിയുടെ അമ്പലത്തിൽ വന്നേ. എന്തെങ്കിലും സംശയം തോന്നിയാ ചോദിച്ചോ. വാ ഇങ്ങോട്ട് അടുത്ത് വന്ന് ചോദിക്കും. ആ, എന്താ സംശയം ഈ അമ്പലത്തില്? ഇങ്ങോട്ട് നോക്ക്. ആ, പാമ്പ് പോലെ ഇരിക്കുന്നത് അതെന്താ അറിയോ? നമ്മൾ പറഞ്ഞുതരാം സംശയം തീർത്തരാം. അത് സർപ്പ ദൈവങ്ങൾ എന്ന് പറയും നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം. സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാമ്പാണ്, പാമ്പ്. അപ്പോൾ തമ്പായിന് പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയാണ്. ഞാൻ നമ്മുടെ ഹനുമാൻ്റെ അമ്പലത്തിലേക്ക് പോകണം, ദേശം. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.